ഒരു കൗൺസിലിംഗ് അനുഭവം പറയാം. ഒരു ദിവസം ഒരു അമ്മ മകനെയും കൊണ്ട് കൗൺസിലിങ്ങിനായിട്ട് വന്നു. വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ വേണം, അധികം ദിവസം കഴിഞ്ഞുകൂടാ, വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ കൗൺസിലിംഗായിട്ട് സമയം കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും വന്നു. പയ്യന് 19 വയസ്സുണ്ട്. എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, സാറേ ഇന്നലെ എൻ്റെ വീട്ടിൽ വലിയൊരു ദാരുണമായ സംഭവം ഉണ്ടായി. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ, സാധാരണ ഇവന് ജ്യേഷ്ഠന് നല്ല ബഹുമാനമാണ്, ഇവനേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്, ഇവന് 19 വയസ്സുണ്ട്, മറ്റവന് 29 വയസ്സുണ്ട്. പക്ഷേ ഇന്നലെ കുറേ വൈകി 2 മണിക്കാണ് ഇവൻ വന്നത്. വന്ന സമയത്ത് ജ്യേഷ്ഠൻ അത് ചോദ്യം ചെയ്തതോടുകൂടി ഇവർ തമ്മിൽ വലിയ അടി ഉണ്ടാവുകയും അങ്ങനെ ഇവൻ്റെ ഫോണ് മറ്റും വാങ്ങാനായിട്ട് ശ്രമിച്ചിട്ട് കൊടുത്തില്ല. അവസാനം ജ്യേഷ്ഠൻ ആ ഫോണ് വാങ്ങി എറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു. അതോടുകൂടി ഇവൻ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയും അങ്ങനെ ഞാൻ ജ്യേഷ്ഠനോട് മാറാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കൊലപാതകമോ ഒരു മരണമോ അവിടെ നടന്നില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം, അതായത് എൻ്റെ അടുത്ത് വരുന്ന ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞെങ്കിലും ഇവൻ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. പുറത്ത് ആരൊക്കെയോ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, പോലീസുകാർ മഫ്റ്റിയിൽ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ഏത് നിമിഷവും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഒരു പേടി, അതായത് ഡിപ്രഷനിലേക്കും അതോടൊപ്പം തന്നെ ഹലൂസിനേഷൻ സ്റ്റേജിലേക്കും ഇവൻ എത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, പിറ്റേന്ന് രാവിലെ തന്നെ ഈ മദർ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവൻ ഒരു മുണ്ട് എടുത്തിട്ട് കഴുത്തിൽ കെട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ കൂടി കണ്ടപ്പോഴാണ് അവർ പെട്ടെന്ന് തന്നെ കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചത്. എന്തായാലും ഈ ഒരു കേസ് ഞാൻ പരിശോധിച്ചപ്പോൾ ഇവൻ +1 തുടങ്ങിയതാണ് സിഗരറ്റ് വലി. അതിനുശേഷം അത് കഞ്ചാവിലേക്കും മദ്യത്തിലേക്കും മാറുകയും ഈ അടി ഉണ്ടായ ദിവസം കഞ്ചാവും മദ്യവും രണ്ടും കൂടി ഉപയോഗിച്ച ദിവസമായിരുന്നു. എനിക്ക് ഈ പ്രായക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളെ വളർത്തുമ്പോൾ 2 രീതിയിലാവരുത്. ഒന്ന്, പൂർണ്ണമായിട്ടും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് വിടരുത്, എന്നാൽ പൂർണ്ണമായിട്ടും അടച്ചുകെട്ടി വീട്ടിലിരുത്തുന്ന രീതിയും പാടില്ല. നമ്മൾ പട്ടം പറത്തുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് അതിനെ പറക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കും. എന്നാൽ അത് കയ്യിൽ വെച്ചാൽ അത് പുറത്തേക്ക് പോകാതെ ആരും കാണാതെ അവിടെ കിടക്കും. ഒരു സോഷ്യലൈസേഷൻ കുട്ടികൾക്ക് ഉണ്ടാവില്ല. എന്നാൽ പൂർണ്ണമായും അതങ്ങ് വിട്ട് അതിൻ്റെ അറ്റം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയിട്ട് വീഴും. അത് രണ്ടും തെറ്റാണ്. എന്നാൽ ഈ പട്ടം നമ്മൾ പറത്താനായിട്ട് ഇങ്ങനെ അയച്ചയച്ച് വിടുകയും അതോടൊപ്പം അതിൻ്റെ അറ്റത്ത് നമ്മൾ പിടിക്കുകയും ചെയ്യുമ്പോൾ ഈ പട്ടം വളരെ മനോഹരമായിട്ട് പറക്കും. ഇതുപോലെ കുട്ടികളെ വളർത്താനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. വൈകി വരുന്ന കുട്ടികളുണ്ടെങ്കിൽ ചില ആളുകൾ ഇവർക്ക് വീടിൻ്റെ താക്കോല് നേരത്തെ കൊടുക്കും, അല്ലെങ്കിൽ താക്കോല് പുറത്ത് വെച്ചിട്ട് എടുത്ത് തുറന്നോന്ന് പറയും. അങ്ങനെ ഒരു കാരണവശാലും പറയരുത്. രാത്രി വൈകി വരികയാണെങ്കിൽ നമ്മൾ തന്നെ തുറന്നു കൊടുക്കുക. എന്നിട്ട് അവൻ്റെ മുഖഭാവം, അവൻ്റെ കണ്ണിന് ചുവപ്പുണ്ടോ, അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെ തന്നെ നമ്മൾ കൃത്യമായി നിരീക്ഷിച്ച് തന്നെ വേണം കുട്ടികളെ വളർത്താൻ. കൂടാതെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്കും നല്ലൊരു കണക്ഷൻ ഉണ്ടാവണം. ഇവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവരെവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാൻ നമുക്ക് കഴിയണം.